ഓക്കെ, 5 നിയമങ്ങൾ ഇൻഷാ അല്ലാ അത് പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ടുള്ള 5 നിയമങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഉദാഹരണത്തിന്, ഇഫ് എ സിമ്പിൾ ഈസ് റിപ്പീറ്റഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ആഡഡ് as many times as it occurs എന്ന് പറഞ്ഞാൽ ഒരു ചിഹ്നം ആവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ആ ആവർത്തനത്തിന് അനുസരിച്ച് കൂടും. ഇതിപ്പോൾ 5 ആണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ കൂട്ടി, അപ്പോൾ അതിൻ്റെ അർത്ഥം 6. ഒന്നുകൂടി അതേ സിമ്പിൾ ഒന്നുകൂടി കൂട്ടിയാൽ ഒന്നുകൂടി കൂട്ടും, 7 ആവും. ഒന്നുകൂടിയാൽ 8 ആവും. അതാണ് അതിൻ്റെ അർത്ഥം. ഒരേ സിമ്പിൾ ആവർത്തിച്ച് വരികയാണെങ്കിൽ അതേ സംഖ്യ കൂടിയതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് 10 ആണ്. ഇതേപോലെ ഒന്നുകൂടി ഇട്ടതിൻ്റെ അർത്ഥം എന്താണ്? 20 ആയി. ഒന്നുകൂടി ഇട്ടാൽ 30 ആയി എന്നർത്ഥം. അപ്പോൾ ഒരേ സിമ്പിൾ എത്ര തവണ ആവർത്തിക്കുന്നുവോ അതിനനുസരിച്ച് എന്താ അതിൻ്റെ വാല്യൂ കൂടും എന്നർത്ഥം. ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെക്കൻഡ് നിയമം, രണ്ടാം നിയമം, എ സിമ്പിൾ ഈസ് നോട്ട് റിപ്പീറ്റഡ് മോർ ദാൻ 3 times ബട്ട് ദ സിമ്പിൾസ് വി എൽ ഡി ആർ നെവർ റിപ്പീറ്റഡ്. നിങ്ങൾ ഈ പാറ്റേൺ എടുത്ത് നോക്കിയാൽ ഒരു സംഖ്യ പോലും 3ൽ കൂടുതൽ തവണ ആവർത്തിക്കില്ല. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏത് സംഖ്യ 3ൽ അപ്പുറം ആവർത്തിക്കില്ല. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. 30 ആണോ 20 ആണ് XX, 30 ആണെങ്കിൽ XX. അത് കാണിച്ചു തന്നല്ലേ നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ 10 ഒരു X XX 3 തവണ ആവർത്തിക്കുള്ളൂ, ഒരുമിച്ച് ആവർത്തിക്കുള്ളൂ എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ 29 ഇപ്പം നിങ്ങൾ എന്താകുന്നുണ്ട് 4X കാണുന്നത്, പക്ഷെ 4 ഒരുമിച്ചല്ലല്ലോ. കാരണം 20 2Xും പിന്നെ 9 ഉള്ളതിൻ്റെ അതുമാണ്. അപ്പോൾ ഒരുമിച്ച് എന്താവില്ല, ഒരു സംഖ്യ 3ൽ കൂടുതൽ തവണ ആവർത്തിക്കില്ല എന്നർത്ഥം. അപ്പോൾ അതാണ് LXS X. 80 എന്ത് പറഞ്ഞു നമ്മൾ? 80ന് LXXX ആണ് 80. പിന്നെ 90 എന്താവില്ല, 4X വരില്ല. നമ്മൾ മനസ്സിലാക്കല്ലോ, അത് XC ആണ്. XC ആണെന്ത് 9.